നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സർവസ്വാതന്ത്ര്യത്തോടുകൂടി കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്നു. ഈ ജൂൺ മാസം മുതൽ തന്നെ അതിൻ്റെ ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും ഇനി അതൊരു രക്ഷാമാർഗങ്ങളുണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തൊഴിൽ മേഖലകളിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ ജോലിക്കാരെ നിയമിക്കുക എന്നതൊക്കെ തന്നെ അനുഭവജ്ഞാനമുള്ളവരെ മാത്രം നിയമിച്ചാൽ മാത്രമേ മൊത്തത്തിൽ സ്ഥാപനം രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ക്രമീകരണം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും ഓണാഘോഷം അതാത് പ്രദേശങ്ങളിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടും മംഗളകരമാക്കി തീർക്കുവാനിടവരും. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ്. തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്നും ഭിന്ന അഭിപ്രായങ്ങൾ വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിൻ്റെ സാഹചര്യങ്ങളായിരിക്കാം. മറ്റ് ചിലർക്ക് ആനുകൂല്യങ്ങളുടെ കുറവ് കൊണ്ടായിരിക്കാം. വേറെ ചിലർക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ളൊരു അംഗീകാരം ലഭിക്കാത്ത പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു ചേരുവാനും അതെല്ലാം തന്നെ ക്രോഡീകരിച്ചും കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാൻ ഉള്ള അവസരത്തെ സ്വീകരിക്കുന്നത്, ഒരു പക്ഷേ ജോലി ഉപേക്ഷിച്ച് പഠിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തെ സ്വീകരിക്കുന്നതും ഭാവിയിലേക്ക് നന്നായി തീരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള അവസരത്തിന് യോഗമുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുമിത്രാദികളുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ ഗൃഹപ്രവേശന കർമ്മങ്ങൾക്കോ മറ്റ് മംഗളകർമ്മങ്ങൾക്കോ സജീവമായി പങ്കെടുക്കുവാനിടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ ഓണാഘോഷത്തിനായിട്ട് അത്ര തന്നെ ദിവസങ്ങളൊന്നും അവധി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിജയം കൈവരിക്കാൻ അംഗീകാരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗം എന്നിവ തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ളവരുടെ അനുഭവജ്ഞാനം സ്വന്തം കർമ്മമണ്ഡലത്തിൽ അവലംബിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിടവരും. സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, മാതാപിതാക്കളുടെ നിർബന്ധത്താലാണ് എങ്കിൽ പോലും അന്തിമ നിമിഷത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിഭാഗം തന്നെ വന്നു ചേരുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ പോലും സാധ്യതയുണ്ട്. വാഹനോപയോഗത്തിൽ വളരെ സൂക്ഷ്മത നിർബന്ധമായിട്ടും വേണ്ടതാണ്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് പല വിദ്യാർത്ഥികളും വന്നു ചേരുവാനിടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സെപ്റ്റംബർ മാസത്തോടുകൂടി പാഠ്യപദ്ധതി പൂർത്തീകരിക്കുമെങ്കിൽ പോലും ജോലിയുടെ അവസരങ്ങൾ ഈ രാഷ്ട്രത്തിൽ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. പക്ഷഭേദമില്ലാതെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്
സർവാത്മന സഹകരിക്കാനിടവരും. പല കാര്യങ്ങളിലും ആത്മവിമർശനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുകയുമല്ല, എല്ലാ കാര്യങ്ങളിലും ധ്രുവീകരിച്ചും കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിതത്തെ നയിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിക്ക് മംഗളകർമ്മങ്ങൾക്കും പങ്കെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ അവർക്ക് ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം സ്വന്തം നിലയിലും അതൊരു നേട്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായുള്ള പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ ഒരു വായ്പ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായ്പ എടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഭ്യൂഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം ദുഷ്കീർത്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് വന്നു പോകുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പെരുമാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആയിരിക്കാം, മറ്റു ചിലർക്ക് ഡിസംബറോടുകൂടി ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാനും തീരുമാനിക്കുവാനും മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സന്ധി സംഭാഷണം, ചർച്ചകൾ തുടങ്ങിയവയിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള അവസരം ഉണ്ടാവുക, മറ്റു ചിലർക്ക് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ള ജോലിയെ അതിജീവിക്കാനുള്ള അവസരമുണ്ടാവുക, ഏത് പ്രകാരത്തിലും അനുകൂലമായുള്ള പല സാഹചര്യങ്ങളും ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടവർക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു ഉയർച്ച താഴ്ചകളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2-3 മാസമായിട്ട് അതിലൊരു നേട്ടം, ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊരു കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം വന്നു ചേരും. സഹപാഠികളെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വിപുലമായിട്ട് ചിലർക്ക് ജന്മനാട്ടിലും മറ്റു ചിലർക്ക് അന്യനാട്ടിലും ആഘോഷിക്കാൻ അവസരമുണ്ടാകും. അന്യനാട്ടിൽ ആഘോഷിക്കുന്നവർക്ക് വിദേശികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ കലാകായിക മത്സരങ്ങളെ പങ്കെടുപ്പിച്ചും കൊണ്ടും അതിൽ നേതൃത്വം നൽകിക്കൊണ്ടും വിഭാവനം ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾക്ക് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മേലധികാരികളുടെ പ്രത്യേക ദിശാപദ്ധതിയോടുകൂടിയതായിട്ടുള്ള ആവിഷ്കരണ ശൈലി ഒരു മാതൃകാപരമായി പ്രവർത്തിക്കാനുള്ള അവസരത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടാകും. സംഘടിത ശ്രമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി
ഇനി ഒരു വർഷത്തേക്ക് ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരത്തിന് യോഗമുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ വളരെ മംഗളകരമാക്കി തീർക്കുവാനും ഒരുപക്ഷെ തീർത്തും അവിചാരിതമായിട്ട് മേലധികാരികളെയോ ഉടമസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വല്പം സംശയാസ്പദമായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്തിമമായിട്ട് എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അധികൃതരുടെ പ്രത്യേക പ്രീതി നിമിത്തം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അന്തിമ നിമിഷത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാൻ ഇടവരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ചിലർക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. മറ്റു ചിലർക്ക് ജോലിയും പഠിപ്പും ജോലിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും രേഖാപരമായിട്ട് വാങ്ങിക്കുവാൻ മറക്കരുത്. അശുഭചിന്തയുള്ള മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ ഇടവരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. നിരവധി ചുമതലകളെ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും പൂർണ്ണതയിലെത്തിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പുതിയ കരാറ് ജോലികളിൽ അനുകൂലമായിട്ട് വിജയം കൈവരിക്കും. മറവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചും കൊണ്ട് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സുരക്ഷാ സംവിധാനം സുശക്തമാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലി അനുകൂലമായുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനിടവരും. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. യുക്തിപൂർവം പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടവരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തിക്കും സാധ്യത കാണുന്നു. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കും പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. അമിതാധ്വാനം വേണ്ടിവരും എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന പ്രവൃത്തി പരിചയം, ഇത്തരം കാലത്തെ പ്രവൃത്തി പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും നിസ്സാരമായിട്ട് തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നുണ്ട്. പൊതുവെ എല്ലാ വിധത്തിലുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നു. നമസ്കാരം.